വാങ്ങിക്കൊടുക്കാൻ വേറൊരുത്തൻ പോകണം. കൂലിപ്പണി എടുപ്പിക്കുകയാണ്, അടിമപ്പണി. ആരെക്കൊണ്ട്? ഈ സാധാരണ ഫോറസ്റ്റുകാരെ കൊണ്ട്. മീൻ വാങ്ങാനൊരു വണ്ടി വേറെ, പലചരക്കിന് വേറെ വണ്ടി, കോഴിക്കോടേക്ക് ഷോപ്പിങ്ങിന് പോകാം വേറെ വണ്ടി. ഇവിടേക്ക് ഈ IFSകാരെ വീട്ടിലൊന്ന് പോയി നോക്കണം നിങ്ങൾ. ഈ ജനത്തിനെ കൊന്നിട്ട് അവരെന്ത് തെമ്മാടിത്തം ചെയ്തോട്ടെ, പക്ഷെ ഈ ജനത്തിന് ഇവിടെ ജീവിക്കണം, അതിനുള്ള വഴി ഉണ്ടാകണം, അതിനുള്ള നിയമമാണ് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട UDFന്റെ മുഴുവൻ നേതൃത്വത്തോട് എനിക്ക് പറയുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടെ നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിലെ ഈ 11-12 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും പോയി കാണണം. ഇവിടുത്തെ ലീഡർഷിപ്പ് ആ മുഖ്യമന്ത്രിമാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ 972 വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഈ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്തുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കേരളത്തിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ അധികാരത്തിൽ വരണം. ആ അധികാരത്തിൽ വരുന്ന UDF അതുകൂടി ഏറ്റെടുക്കണം, അവിടത്തേക്ക് ഇത് എത്തിക്കണം. ഈ വിപ്ലവം തുടങ്ങേണ്ടത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ, ഇല്ലെങ്കിൽ ഈ വന്യമൃഗശല്യത്തിന്റെ ഈ വിപ്ലവം തുടങ്ങേണ്ടത് കേരളത്തിലാണ്. ആ നേതൃത്വം ബഹുമാനപ്പെട്ട UDF ലീഡർഷിപ്പ് ഏറ്റെടുക്കണം എന്നാണ് ഇത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞൊരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും, അതായത് ഈ വിഷയത്തിന്റെ ഗൗരവം അവർക്ക് ഇപ്പോൾ പഠിച്ചു, അവർക്ക് മനസ്സിലായി, മുമ്പും അറിവുള്ളതാണ്. അപ്പൊ ഈ ഗൗരവത്തിനെ 63 മണ്ഡലത്തെയാണ് UDF തിരിച്ച് അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ഏറ്റെടുത്താൽ മതി. 63 മണ്ഡലത്തെ നേരിട്ടാണ്. 140 മണ്ഡലത്തെ മുഴുവനും ഞാൻ ഈ പറഞ്ഞ പന്നിയും കുരങ്ങും കൊണ്ട് ബാധിക്കുന്നുണ്ട്. 2 രീതിയിലാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത് UDF ഏറ്റെടുക്കണം. അതിനോടൊപ്പം ഒരു പ്രവർത്തകനായി, ഒരു സാധാരണക്കാരനായി അവരോടൊപ്പം ഈ മലയോര കർഷകർക്ക് വേണ്ടി നിന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും മുഴുവൻ നേതാക്കളെയും കാണും. മുന്നണി ഒന്നുമല്ലല്ലോ ഇവിടെ വിഷയം. ഇവിടെ ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വന്യജീവി ആക്രമണം, അതിനോടൊപ്പം നിൽക്കുന്ന ഈ വരുന്ന മനുഷ്യത്വരഹിതമായ ബില്ലുമാണ്. ആ വിഷയമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മുന്നണി എന്ന് പറയുന്ന ജനങ്ങളാണ്. ജനങ്ങളെല്ലാവരും സ്വരൂപിക്കണം. എനിക്ക് UDF ലീഡർഷിപ്പിനോടാണ് പറയാനുള്ളത്. എന്നെ വിട്ടേക്ക്. എനിക്കൊരു MLA ഷിപ്പോ, ഒരു സീറ്റോ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ആവശ്യമോ നിങ്ങൾ തരണ്ട. നമുക്ക് ഒരു ആവശ്യമില്ല. അങ്ങനെ ആരും ആ വിഷയത്തിൽ ഭയപ്പെടണ്ട. ജനങ്ങളുടെ ഈ വിഷയം UDF ഏറ്റെടുക്കുക തന്നെ വേണം. ഇവിടെ ഏകദേശം 100ഓളം കർഷക സംഘടനകളുണ്ട് കേരളത്തിൽ. അത്ഭുതപ്പെടുത്തും നമ്മൾ അതിലേക്ക് നോക്കിയാൽ. എങ്ങനെയാണ് ഇത്രമാത്രം കർഷക സംഘടനകൾ ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും ഇവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗ് ഉണ്ട്, CPM ഉണ്ട്, പലരുണ്ട്. അവർക്ക് രാഷ്ട്രീയം എടുത്തവരുണ്ട്. ഇനി ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഈ ഒരു വിഭാഗത്തെ മുഴുവൻ കൂട്ടിപ്പിടിക്കണം. അതിന്റെ നേതൃത്വം ഈ മലയോര മേഖലയിലുള്ള മുഴുവൻ ക്രൈസ്തവ സഭകളുമായും അവിടുത്തെ തിരുമേനിമാരുമായിട്ട് സംസാരിക്കണം. ഇവരെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വലിയ ഒരു അജിറ്റേഷന് ലീഡർഷിപ്പ് നൽകണം UDF നേതൃത്വം. ആ പണിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം ഈ പറയുന്ന എല്ലാ സംഘടനകളും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായി നിൽക്കുകയാണ്. അതോടൊപ്പം വനവാസികളായ ആദിവാസികൾ ഒന്ന് പോയി നോക്കണം നിങ്ങൾ അവരുടെ അവസ്ഥ. എത്രായിരം കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ കൊടുക്കുന്നത്. ഒരു പൈസ അതിന്റെ 10-1 പോലും ഇവർക്ക് എന്താ പറയാ, ഇവരുടെ ഈ പറയുന്ന പദ്ധതികളിൽ അത് ചെലവഴിക്കാനോ അവർക്ക് ഗുണകരമായ ഒരു അവസ്ഥയിലെത്താൻ സാധിക്കുന്നത്. ഈ ആദിവാസി ദളിത് മലയോര മേഖല ഇവിടെ UDF കോൺസെൻട്രേറ്റ് ചെയ്യണം. അവരാണ് ഇന്ന് സമൂഹത്തിൽ ആദിവാസികളുടെ രക്ഷകരെന്ന് പറയുന്ന എന്താ പറയാ പിണറായിയും CPM ഒക്കെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് അവർക്കും ബോധ്യമാണ്. ദളിതുകൾ അതിലേറെ ഡെസ്പറേറ്റ് ആണ്. ഈ പറയുന്ന ഈ സംഘടനകളെ മുഴുവൻ ഇവർ കൂച്ചുവിലം കിട്ടു. ഒരു ദളിത് സംഘടനക്കും ഒരു ആദിവാസി സംഘടനക്കും മിണ്ടാനുള്ള അവകാശം പിണറായി സത്തിന് മുമ്പിലില്ല. ഇത് കാണണം UDF, ഇത് മനസ്സിലാക്കണം. അതിനുള്ള വർക്ക് നടത്തണം. ആ വർക്കിലൂടെ ഈ പറയുന്ന രീതിയിൽ ഈ വരുന്ന ഈ ഒരു ഒന്നിച്ചില്ലാനും വർഷം UDF പ്രവർത്തിക്കുകയാണെങ്കിൽ 10%, 140 സീറ്റിൽ 10%, വെറും 10-15 സീറ്റിലേക്ക് LDF താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് UDF ഏറ്റെടുക്കാൻ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, താങ്കൾക്ക് ചെവിയില്ലാത്തതുകൊണ്ട് താങ്കൾ അത് കേൾക്കാതിരുന്നത് മനസ്സിലായില്ലേ? ആരൊക്കെ പ്രതികരിച്ചു എന്നില്ല കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അറിഞ്ഞാൽ.
ന്യൂസ് 18 കുറേ ആയിട്ട് ചിലതൊന്നും കേൾക്കുന്നില്ല. അനുമോദ് ആ രീതിയിലെ ചോദ്യം ചോദിക്കണ്ട. എല്ലാവരും പ്രതികരിച്ചത് നിങ്ങൾ കണ്ടാണല്ലോ. പിന്നെ പ്രതികരിച്ചില്ല നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുക? പിന്നെ അവർ നൽകിയ സപ്പോർട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ തിരിച്ച് സപ്പോർട്ട് പറയുള്ളൂ. ആ രീതിയിൽ വിളിച്ചാണ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പൊ ഇന്ന് UDF ലീഡർഷിപ്പ് ഇന്നും നാളെയായിട്ട് കാണും. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം 2 മാസം മുമ്പ് ഇവിടെ നിലമ്പൂരിൽ നമ്മുടെ ചുങ്കത്തറ CHC അവിടെ ഒരു ഡയാലിസിസ് സെന്റർ നടക്കുന്നുണ്ട്. അതിന്റെ 4ാമത് ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നിരുന്നു. അവിടെയുള്ളത് ഇപ്പോൾ 16 മെഷീനാണ്. 9 മെഷീൻ ഞാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊടുത്തതും 6 മെഷീൻ 9ഉം 7 മെഷീൻ MLA ഫണ്ടിൽ നിന്ന് കൊടുത്തായിരുന്നു. അങ്ങനെ ആ 16 മെഷീൻ വെച്ച് ഇപ്പോൾ 3 ഡയാലിസിസ് ഇതായിരുന്നു നടന്നിരുന്നത്, ഷിഫ്റ്റുകളായിരുന്നു. 4ാമത്തെ ഷിഫ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2-3 മെഷീനും കൂടി കിട്ടണം, പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ നിന്ന് ഇടപെടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം തന്നെ അദ്ദേഹം അത് വാക്ക് പറഞ്ഞാൽ ഞാൻ ഇടപെടും, അതിൻ്റെ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ 2 മെഷീനും എത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ അത് നമുക്ക് ചുങ്കത്തറ ഹോസ്പിറ്റലിലേക്ക് കൈമാറണം, പ്രോഗ്രാമിന് നിങ്ങൾ വരണമെന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാത്രി 10:30 മണിക്ക് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം എത്രയോ രോഗികൾ ഇപ്പം ഇന്നും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് പറഞ്ഞത് ഇറുകി പിടിച്ച് വേദന സഹിച്ച് ഒരു ഡയാലിസിസ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഈ നാട്ടിലുണ്ട്. അവർക്കൊരാശ്വാസമാണ്. അതാണ് അദ്ദേഹത്തോട് ആ യോഗത്തിൽ പറഞ്ഞു. അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അദ്ദേഹം മെഷീൻ വാങ്ങി കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഉടനെ തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും അറിയിക്കണല്ലോ. നമുക്കിപ്പോൾ നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ, രാഷ്ട്രീയം വേറെയല്ലേ. ഇപ്പൊ വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ UDF ഉണ്ടാതിരുന്നൂടായിരുന്നോ? സ്വാഭാവികമാണല്ലോ. അൻവറിനെ പോയി പഠിക്കട്ടെ, ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചൊഴിയാമായിരുന്നു. അവരെ ചെയ്തിട്ടില്ലല്ലോ. അവരങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ ഭീകരനാക്കി രാത്രി പാതിരാക്ക് പോലീസ് തൂക്കിക്കൊണ്ടുപോകുമ്പോൾ അതിന് മാനുഷികമായിട്ടും രാഷ്ട്രീയമായിട്ടും തന്നെയാണ് അവർ പ്രതികരിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പാണക്കാട് തങ്ങളോടായാലും കുഞ്ഞാടി സാഹിബിനോടായാലും രമേശ് ചെന്നിത്തലയോടായാലും സുധാകരനോടായാലും അതിന് ഇടപെട്ട പ്രതിപക്ഷ നേതാവിനോടായാലും എനിക്ക് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ. ഞാനങ്ങനെ മനുഷ്യരോട് നന്ദികേട് കാണിക്കുന്ന ആളല്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആത്മാർത്ഥമായി നിന്നിട്ടുണ്ട്. ആ ആത്മാർത്ഥമായി നിന്നതിന്റെ പേരിലാണല്ലോ ഇപ്പൊ പുറത്തേക്ക് വരേണ്ടി വന്നത് LDF നിന്ന്. ഞാൻ അന്നും ജനങ്ങളോടൊപ്പമാണ് നിന്നത്. ജനങ്ങളുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഞാൻ പുറത്തായത്. അതുകൊണ്ട് ഇപ്പൊ ഈ UDF ലീഡർഷിപ്പ് എന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ മരിച്ചു നിൽക്കുന്നു. അതിനെന്താ തർക്കം? നേരത്തെ നിയമസഭയിൽ തീരുമാനമെടുത്തു, സ്പീക്കറെ അറിയിച്ചിരുന്നു, ഇല്ല, ഞാൻ അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താണ് UDF-നോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDF-ന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഞാൻ ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എനിക്കല്ല. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഈ LDF ഇറങ്ങി വരണോ? നിങ്ങൾക്കറിയാലോ അത്യാവശ്യം മോശപ്പെടാത്ത നല്ലൊരു പൊസിഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെന്നുള്ളത്. മുഖ്യമന്ത്രിയുമായിട്ടും മന്ത്രിമാരുമായിട്ടും ഉള്ള എൻ്റെ ബന്ധങ്ങളൊക്കെ എല്ലാവരും ഇതെല്ലാം ഇട്ടെറിഞ്ഞ് വന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അവിടെ നിന്നാൽ പോരെ. ഞാനിപ്പോൾ ഈ പോരാട്ടം നടത്തുന്നത് ഈ ആദിവാസികൾക്ക്, ഈ മലയോര കർഷകർക്ക് വേണ്ടിയാണ്. അവിടെ എൻ്റെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ഈ പണിയെടുക്കണ്ടല്ലോ. അതുകൊണ്ട് എന്നെ ആലോചിച്ചിട്ട് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാതിരിക്കണ്ട. അത് UDF ലീഡർഷിപ്പാണ്. എൻ്റെ സാഹചര്യം, എൻ്റെ സാന്നിധ്യം, എൻ്റെ ഇടപെടൽ UDF-ന് ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. ഒറ്റ മനുഷ്യൻ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു. ഇതിലിപ്പോൾ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ആന്റി CPM മൈൻഡുള്ള, ആന്റി LDF മൈൻഡുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ആശങ്കയിലാണ്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന PC ജോർജിന്റെ പാർട്ടിന്റെ കാര്യമാണ്. അപ്പം UDF-ഉം കൂടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിയാൽ ഞങ്ങൾ വഴിയാധാരാകുമോ? മനുഷ്യന്റെ സ്വയമായിട്ടുള്ള എന്താ പറയുക ഒരു എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുമോ എന്ന് തോന്നുന്ന ആളുകളാണ് പലരും ഭയപ്പെട്ടിട്ട് നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അറസ്റ്റ് എന്താ? ഈ അറസ്റ്റിന്റെ മനുഷ്യൻ മനസ്സിലാക്കണ്ട. ഞാൻ 4 ദിവസം മുമ്പാണ് CPM-ലെ ചില നേതാക്കന്മാര്, ചില MLA-മാര്, ചില മുൻ MLA-മാര് ഈ എന്താ പറയാ മുന്നേറ്റത്തോടൊപ്പം വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത്. അവിടെയാണ് അറസ്റ്റ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ തൂക്കി ഉള്ളിലാക്കി വേറെ കേസും കൂടി ചാമ്പിയിട്ട് അങ്ങോട്ട് എന്താ പറയാ സൈസാക്കാം എന്ന P ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും കണക്കൂട്ടൽ കൂടിയാണ് എന്ത് പറയുന്നത് ഈ അറസ്റ്റ്.
അപ്പം ചോദിച്ച ചോദ്യം, അപ്പം ഇവരൊക്കെ ഒരു ചെറിയ ആശങ്കയിലാണ്. ഞാൻ UDF ഔദ്യോഗിക ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾ എഴുതി വെച്ച കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. ഈ UDF ശക്തി പകരാൻ അപ്പുറത്തുനിന്ന് ആൾ വരണമല്ലോ. ആ അപ്പുറത്തുനിന്ന് വരാൻ നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും അവരുടെ മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് ഇത്ര വലിയ വിഷയങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചിട്ടും UDF നേതൃത്വത്തിൽ നിന്ന് അനുഭാവപൂർവമായ ഒരു UDF പ്രവേശനത്തിനുള്ള വഴി തുറക്കാതെ കാണുമ്പം വന്ന ആളുകൾ തന്നെ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇതിലെ വിഷയം. തീർച്ചയായിട്ടും ആ നെക്സസിന്റെ ഭാഗം തന്നെയല്ലേ ഇത്. CPM എന്ന് എവിടെയാണ് നിൽക്കുന്നത്? CPM ഉദ്ദേശം എന്താ? CPM ഉദ്ദേശമല്ല, സോറി, പിണറായിയുടെ ഉദ്ദേശം എന്താ? പിണറായിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. കാരണം അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയമായതുകൊണ്ട് ADGP അജിത് കുമാർ ഇടപെട്ട ഒരു വിഷയമുണ്ട്. എൻ്റെ അടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഉള്ളതാണ്. പക്ഷെ അതൊരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതെ നിൽക്കുന്നത്. അത് പറയേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ ഞാനത് പറയും. അപ്പോൾ ആ നെക്സസ് RSS നേതൃത്വവുമായിട്ടുള്ള നെക്സസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നെക്സസിന്റെ ഭാഗം എന്താണ് CPM നിലപാട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പൊ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംസാരം? എന്താണ് ഈ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തോടുള്ള CPM നിലപാട്? ഇതൊക്കെ പറ്റിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്യുന്നതിൽ അതിൽ വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. പിണറായി എനിക്ക് ശേഷം പ്രളയമാണ്. എനിക്ക് ശേഷം പ്രളയം. ഒരു കാലത്തും CPM കേരളത്തിൽ അധികാരത്തിൽ വരാത്ത വിധമുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് RSS നേതൃത്വം പിണറായിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നെക്സസ് തുടരുന്നുണ്ട്. അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇനി വിശദീകരിക്കേണ്ടി വന്നാൽ ആ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ അത് ഡൽഹിയിലാണ്, കേരളത്തിലല്ല. മനസ്സിലായി? അത്രയും ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അജിത് കുമാർ നടത്തിയ ഇടപാടുകൾ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പരിപൂർണമായും ബന്ധിതനാണ്. അദ്ദേഹത്തിന്റെ കാല് ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ ഇടതുകാലും വലതുകാലും ബന്ധിതനാണ്, അദ്ദേഹത്തിന്റെ കൈകൾ ബന്ധിതമാണ്, അദ്ദേഹത്തിന്റെ നാവ് ബന്ധിതമാണ്. എല്ലാം ബന്ധിതമായിട്ട് ഈ ബന്ധിക്കപ്പെട്ട എല്ലാ ചരടുകളും പോയി നിൽക്കുന്നത് RSSന്റെ കേന്ദ്രത്തിലാണ്. അവിടെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ആ നെക്സസിന്റെ തീരുമാന പ്രകാരമല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പിണറായി വിജയന് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അവസാനം കുറിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പശ്ചിമ ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ കേരളത്തിൽ സംഭവിക്കാൻ പോവാണ്. പാവപ്പെട്ട ഈ പറയുന്ന നേതാക്കന്മാർക്ക് തൊഴിലാളി നേതാക്കന്മാരുണ്ട് നാട്ടില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ പോയി CITU? എവിടെ CITU? UDF വിഷയത്തിലടക്കം പ്രതികരിക്കുകയാണ് PV അൻവർ MLA. താൻ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചു. UDF മാനുഷികമായി തന്നോട് പ്രതികരിച്ചു. UDF നേതൃത്വത്തോട് താൻ നന്ദി പറയുകയാണ്. UDFന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ എടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. എന്റെ ഇടപെടൽ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് UDF ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ PV അൻവർ MLA സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനം തുടരുകയാണ്. നമുക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. അപർണ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭ്യമായ ഒരു വിവരം അൻവറിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റത്തിൽ 35,000 രൂപ കെട്ടിവെക്കുന്നത്. ഇങ്ങനെ 3 കണ്ടീഷനാണ് അദ്ദേഹത്തിന് മുൻപിൽ ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചിരിക്കുന്നത്. സാധാരണ മറ്റ് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ആ PDPP വകുപ്പുകൾ പ്രകാരമാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിനാണ് 35,000 രൂപ കെട്ടിവെക്കേണ്ടതുള്ളത്. മറ്റ് രണ്ടും സാധാരണ കോടതി ജാമ്യം നൽകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ തന്നെയാണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, വാദം നടന്നപ്പോൾ അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കോടതി അന്വേഷിക്കുകയും ആ പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളുമാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ സംഭവം ഉണ്ടായ സമയം 12:30 കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ പേര് വിവരങ്ങൾ FIRൽ ഇല്ല. അതിനുശേഷം
അൻവറിൻ്റെ പേര് മാത്രമാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അൻവറിനെ മാത്രം കൊടുക്കുവാനാണ് എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരുകൾ അതിലുണ്ടായിരുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ആ വാദത്തിനിടെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ അൻവറിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റു പ്രതികളെ കണ്ടെത്താനാണെന്ന പോലീസിൻ്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. അത് അൻവറിൻ്റെ കസ്റ്റഡിയിൽ എടുത്തല്ല പ്രതികളെ പിടികൂടേണ്ടത്, പ്രതികളെ അന്വേഷിക്കേണ്ടത് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദവും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. തിരികെ വാർത്തയിലേക്ക്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാറിട്ട് പ്രവേശനം അനുവദിക്കാത്തതിനെതിരെ ശിവഗിരി മഠം അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ. സ്ത്രീകൾ ചുരിദാറിന് മുകളിൽ മുണ്ടുടുക്കണമെന്ന ആചാരം അന്ധവിശ്വാസമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ വലിയ ക്ഷേത്രങ്ങളെ ഇക്കാര്യത്തിൽ മാതൃകയാക്കണം. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം. പ്രത്യേക സമയത്ത് സ്ത്രീകൾക്ക് മാത്രമായി ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്നും സ്വാമി സച്ചിദാനന്ദ Q18 അഭിമുഖത്തിൽ പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം, ഈ പുറത്തുനിന്ന് ഉത്തരേന്ത്യക്കാരും വിദേശികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് സ്ത്രീകൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൽശരായി പാടില്ല, ഒരു ഒറ്റമുണ്ട് ധരിക്കണം എന്നുള്ള ആ ഒരു പഴയ ആചാരമുണ്ടോ അല്ലോ. ഈ ഷർട്ടിനൊപ്പം ഇത്തരം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആചാരങ്ങൾ ഇതിനൊപ്പം മാറണ്ടേ? തീർച്ചയായിട്ടും. ഞാനൊരിക്കൽ ഒരു സംഘം ആളുകളുമായിട്ടൊരു ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ ഇതായിട്ട് പറയപ്പെടാവുന്ന ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള ഈ സ്ത്രീജനങ്ങൾ ചുരിദാർ ധരിച്ചിരുന്നു. അപ്പോൾ ആ ചുരിദാറും കൊണ്ട് അവിടെ കയറാൻ പാടില്ല എന്ന് വിലക്കുകയുണ്ടായി. എനിക്ക് വാസ്തവത്തിൽ അത് വലിയൊരു വിഷമം തോന്നി. ഇപ്പോൾ ആ വിലക്കുകൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ആചാരം ഇപ്പോഴുമുണ്ട്. ഈ ചുരിദാർ ധരിച്ചിട്ട് പോകാൻ കഴിയില്ല എന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായിട്ട് വരുന്നു. അപ്പോൾ ഈ ഷർട്ടിനൊപ്പം ഇത് പറയാൻ ആരുമില്ല, അതുകൊണ്ടാണ് ആ ഭാഗത്ത് നിന്ന് ചോദിക്കണമല്ലോ, അതും മാറണം എന്നുള്ള അഭിപ്രായം. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തത് കൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ ഇടയിൽ പാൻറ്റിട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാളും ഒക്കെ പ്രശസ്തി നേടിയതാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങൾ, അവിടെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹത്തെ സ്പർശിച്ച് അവിടെ അഭിഷേക നിവേദ്യാദികൾ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയൊന്നും ആത്മീയ ചൈതന്യത്തിനൊന്നും ഒരു കുറവും സംഭവിച്ചതായിട്ട് അഭിപ്രായമില്ല. ആധ്യാത്മികമായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഗുരുവിൻ്റെ ഒരു പാത എന്ന് പറയുന്നത് ആ സമയത്തുള്ള എല്ലാ അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നല്ലോ. ശിവഗിരി മഠവും അതുപോലെ പ്രോആക്റ്റീവായിട്ട് നിലപാടുകൾ എടുക്കണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായപ്പോൾ പക്ഷേ മഠം അതിൽ നിന്നൊക്കെ മാറി നിൽക്കായിരുന്നു, വലിയ പ്രതികരണങ്ങളൊന്നും. അല്ല, ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശിവഗിരി മഠം അനുകൂലമായിരുന്നു. ഗുരു പരമ്പരയിൽപ്പെട്ട ഗുരു നിത്യചൈതന്യതി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് മുൻപ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഞാനും അഭിപ്രായം തന്നെ വെച്ചു പുലർത്തി. പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പ്രചരണ വേലയ്ക്കൊന്നും ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചില്ല. എനിക്ക് എപ്പോഴും ഉള്ളത് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അത് ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ്. ഒരു പ്രത്യേക കാലത്ത് സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുക, ആ സമയത്ത് പുരുഷന്മാരങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞാൽ പിന്നീട് പുരുഷന്മാർ പോകട്ടെ. അവിടെ സ്ത്രീകൾ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവ് സംഭവിക്കുമെന്നൊക്കെ ഉള്ളത് കേവലമായൊരു വിശ്വാസം മാത്രമാണ്. കാരണം എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ദർശനം ചെയ്യുന്നു. ഇനി ശബരിമലയിൽ തന്നെ എത്രയോ ചെറുപ്പക്കാരായ സ്ത്രീകൾ പോയിട്ടുണ്ട്. കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോകുന്നവരെല്ലാം ഒരു നിശ്ചിതമായ പ്രായത്തിനപ്പുറത്തുള്ളവരാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ധരിച്ചു വച്ചിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരായ ആളുകളും ധാരാളം അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തിരിച്ചടി. ഇനി വിസിമാരെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള പൂർണ്ണാധികാരം ചാൻസലർമാർക്ക് നൽകി. UGC നിയമത്തിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം പുറത്തിറക്കി. BV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഇനി വിസികളെ തീരുമാനിക്കുകയെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, ചാൻസലർമാർക്ക് വൈസ് ചാൻസലർ നിയമനത്തിലുള്ള പൂർണ്ണ അധികാരം നൽകിയാണ് UGC നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. 2018 UGC ചട്ടങ്ങളിലാണ് ഭേദഗതി വന്നത്. UGC റെഗുലേഷനിലാണ് ഭേദഗതി വന്നത്. നേരത്തെ സെർച്ച് കമ്മിറ്റി വേണമെന്ന് മാത്രമേ 2018 ഭേദഗതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സെർച്ച് കമ്മിറ്റി ആരൊക്കെ വേണം, എത്ര അംഗങ്ങൾ വേണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. അതാണ് സംസ്ഥാന സർക്കാരിന് ഒരു പിടിവള്ളിയായിരുന്നത്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സർവകലാശാല ഭേദഗതി നിയമം അത് രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഗവർണർ ഒപ്പിടാൻ മേടിച്ച് പിന്നീട് രാഷ്ട്രപതി തടഞ്ഞു വെച്ച നിയമമാണ് സർവകലാശാല ഭേദഗതി ബിൽ. ആ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ BC സ്ഥാനത്തേക്ക് നിയമിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ നിയമം ഇവിടെ നടപ്പായില്ല. മാത്രവുമല്ല, ആ നിയമത്തെ കേന്ദ്രം ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയും രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുകയുമാണ്. സംസ്ഥാനത്ത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് മാറ്റിക്കൊണ്ട് നിർണായകമായ നീക്കമാണ് സർക്കാർ നടത്തിയത്. അതിന് മാതൃകകൾ തമിഴ്നാടും ബംഗാളും ഗുജറാത്തുമാണ്. പക്ഷേ അതും നിയമമാകാൻ അനുവദിച്ചില്ല. ഫലത്തിൽ ഇനി ആരാകണം സംസ്ഥാനത്തെ സർവകലാശാലകളുടെ, കേന്ദ്ര സർവകലാശാല ഉൾപ്പെടെയുള്ളവയുടെ വൈസ് ചാൻസലർ എന്ന് ചാൻസലർമാർ തീരുമാനിക്കും. ചാൻസലർമാർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് ഗവർണർ തീരുമാനിക്കും. ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. ചാൻസലർമാരും കേന്ദ്ര സർക്കാർ താല്പര്യമുള്ള ആളുകൾ വരുമെന്ന് ഉറപ്പായിരിക്കുന്നു. സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ പിടി പൂർണ്ണമായും അയോഗ്യയാണ്. UGCയുടെ പുതിയ ഇന്നലെ പുറത്തിറക്കിയ റെഗുലേഷൻ അനുസരിച്ച് 3 പേരാണ് ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത്. വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ടാകേണ്ട 3 പേരാണ്. അത് ചാൻസലറുടെ പ്രതിനിധി, അതായത് സംസ്ഥാനത്തെ ഗവർണറുടെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധി. അതിൽ ചാൻസലറുടെ പ്രതിനിധിയും UGCയുടെ പ്രതിനിധിയും സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരിന് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ മാത്രമേ നിർദ്ദേശിക്കാൻ കഴിയൂ. അത് സിൻഡിക്കേറ്റ് മെമ്പറോ സെനറ്റ് മെമ്പറോ ആകും. അങ്ങനെ 2-1 എന്ന ഭൂരിപക്ഷത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ആളെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ താല്പര്യമുള്ള ആൾക്ക് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളുടെ ചാൻസലറായി മാറാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനം കൊണ്ടുവന്ന നിയമത്തിൽ 5 പേരുടെ സെർച്ച് കമ്മിറ്റിയാണ് നിർദ്ദേശിച്ചിരുന്നത്. അതിൽ യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ പ്രതിനിധി, ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, ചാൻസലറുടെ പ്രതിനിധി, സർക്കാർ പ്രതിനിധി, ഇങ്ങനെ 3 അവിടെ ഭൂരിപക്ഷം സർക്കാർ ലഭിക്കുമായിരുന്നു. പക്ഷെ അത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അത് ഇൻവാലിഡ് ആവുകയാണ്. UGCയുടെ പുതിയ മാർഗനിർദ്ദേശത്തോടു കൂടി പൂർണ്ണമായും ചാൻസലർമാർക്ക് നിയമിക്കാം വൈസ് ചാൻസലർമാരെ. ആ നിയമന പ്രക്രിയയൊക്കെ കൃത്യമായി UGC വിശദീകരിക്കുന്നുണ്ട്. ദേശീയ ദിനപത്രം അടക്കമുള്ളവയിൽ പരസ്യം നൽകണം. സെർച്ച് കമ്മിറ്റിയിൽ 5 പേരുടെ സെർച്ച് കമ്മിറ്റിക്ക് 5 പേരുടെ പേര് ചാൻസലർക്ക് നിർദ്ദേശിക്കാം. BCമാരായി 5 പേരുടെ കൃത്യമായ യോഗ്യതയുള്ള, വിദ്യാഭ്യാസ യോഗ്യതയുള്ള, നേരത്തെ ചാൻസലർമാരായി അടക്കം പരിചയമുള്ളവർ ഉൾപ്പെടെ 5 പേരുടെ പേര് നിർദ്ദേശിക്കാം. അതിൽ നിന്ന് ചാൻസലർക്ക് പുതിയ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത്. വൈസ് ചാൻസലർമാരുടെ പ്രായപരിധി 70 വരെയായി ഉയർത്തി. 65 ആയിരുന്നു നേരത്തെ, അത് 70 വയസ്സായി ഉയർത്തിയിരിക്കുന്നു. 70 വയസ്സ് വരെ ഉള്ളവർക്ക്, താഴെയുള്ള പ്രായപരിധി പറഞ്ഞിട്ടുമില്ല, 70 വയസ്സ് വരെ ഉള്ളവർക്ക് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാകാം. 4 വർഷമായിരുന്നു ഈ വൈസ് ചാൻസലർമാർക്ക് നിലവിലുള്ള കാലാവധി. അത് 5 വർഷമായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു UGC. ഫലത്തിൽ സംസ്ഥാനത്തിന് ഈ വൈസ് ചാൻസലർ നിയമത്തിന് ഒരു അധികാരവുമില്ലാത്ത അവസ്ഥയായി കാര്യങ്ങൾ പോവുകയാണ്. വലിയ പോരാട്ടമാണ് കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന ഗവർണറും ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരുമായി ഉണ്ടായത്. ഇതിന്റെ ഫലമായി ഒരു സർവകലാശാലയിൽ ഒഴികെ മറ്റൊരിടത്തും സംസ്ഥാനത്ത് മുഴുവൻ സമയ ചാൻസലർമാരില്ലാത്ത അവസ്ഥയുണ്ട്. ഗവർണർ ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കും. അതിനെ മറികടന്ന് സർക്കാർ മറ്റു സെർച്ച് കമ്മിറ്റി നിയോഗിക്കും. അത് പലപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ സർവകലാശാലയുടെ ഭരണം സ്തംഭനത്തിലേക്ക് പോകുന്ന അവസ്ഥ സംസ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷേ ഇനി UGCയുടെ പുതിയ മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തിന് പാലിച്ചേ മതിയാകൂ. അങ്ങനെ പാലിക്കാത്ത വൈസ് ചാൻസലർ നിയമനങ്ങൾ പൂർണ്ണമായും അസാധുവാകുമെന്ന് UGCയുടെ ഈ റെഗുലേഷൻ വ്യക്തമാകുന്നു. മാത്രമല്ല, അങ്ങനെ മറികടന്ന് നിയമിച്ചാൽ UGCയുടെ ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും അക്കാഡമിക സഹായവും സംസ്ഥാനത്തെ സർവകലാശാല ലഭിക്കുകയുമില്ല. പൂർണ്ണമായും കേന്ദ്രത്തിന് ചാൻസലർമാർക്ക് അടിയറ പറയേണ്ടി വരുന്നു സംസ്ഥാനവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട UGCയുടെ ഈ ഭേദഗതിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന വിസിമാരെ കേന്ദ്രം തീരുമാനിക്കും. BV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.
അപർണ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭ്യമായ ഒരു വിവരം അൻവറിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റത്തിൽ 35,000 രൂപ കെട്ടിവെക്കുന്നത്. ഇങ്ങനെ 3 കണ്ടീഷനാണ് അദ്ദേഹത്തിന് മുൻപിൽ ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചിരിക്കുന്നത്. സാധാരണ മറ്റ് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. PDPP വകുപ്പുകൾ പ്രകാരമാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിനാണ് 35,000 രൂപ കെട്ടിവെക്കേണ്ടതുള്ളത്. മറ്റ് രണ്ടും സാധാരണ കോടതി ജാമ്യം നൽകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ തന്നെയാണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വാദം നടന്നപ്പോൾ അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കോടതി അന്വേഷിക്കുകയും പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളുമാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ സംഭവം ഉണ്ടായ സമയം 12:30-ക്ക് കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ പേരുവിവരങ്ങൾ FIR-ൽ ഇല്ല. അതിനുശേഷം അൻവറിൻ്റെ പേര് മാത്രമാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അൻവറിനെ മാത്രം കൊടുക്കുവാനാണ് എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരുകൾ അതിലുണ്ടായിരുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ആ വാദത്തിനിടെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ അൻവറിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റു പ്രതികളെ കണ്ടെത്താനാണെന്ന പോലീസിൻ്റെ വാദവും കോടതി അംഗീകരിച്ചു. തിരികെ വാർത്തയിലേക്ക്. മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപ്രസംഗം. മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയവും മതവും കലർത്തരുത്. ഏത് രാജാവിന്റെ മകനായാലും നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ് വിമർശനം. പ്രതിഭ MLA-യുടെ മകനും കൂട്ടുകാരും പുകവലിച്ചതിനെ ന്യായീകരിച്ച മന്ത്രിയുടെ നിലപാടിനെതിരെയാണ് ദീപികയുടെ വിമർശനം. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നു. വിവരങ്ങളുമായി കിരൺ, കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മഹാപരാധമാണോ പുകവലിക്കുന്നത്? താനും പുകവലിച്ചിട്ടുണ്ട് എന്നായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അതിനെതിരെ ദീപിക പത്രം രംഗത്ത് വന്നതാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും പ്രസംഗത്തിൽ പറയുന്നത്? വിമർശനങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. ഭവ്യ, മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷമായ വിമർശനമാണ് ദീപികയുടെ എഡിറ്റോറിയൽ ഉന്നയിക്കുന്നത്. പ്രധാനമായും പ്രതിഭ MLA-യുടെ മകനും കൂട്ടുകാരും പുകവലിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിനെതിരെയായിരുന്നു സജി ചെറിയാൻ്റെ പ്രതികരണം. പുകവലിക്കുന്നത് അത്ര വലിയ തെറ്റാണോ, മഹാപരാധമാണോ എന്നുള്ള ചോദ്യം. ഇതിനെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. കൊച്ചുകുട്ടികളല്ലേ, അവർ കമ്പനി കൂടും, സംസാരിക്കും, ചിലപ്പോൾ പുകവലിക്കും. കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ് ആവൽക്കരമായൊരു സംസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ പാർട്ടി MLA-യുടെ മകനെതിരെ കേസെടുത്താണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചെന്ന് പറയുന്നു. മന്ത്രി വകുപ്പിക്കുന്നത് വിഷപ്പുകയാണ് എന്നുള്ള രൂക്ഷമായ ആരോപണങ്ങൾ കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രിമാർ സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ അവരുടെ അടുപ്പക്കാരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വിഷയത്തിൽ ഏതെങ്കിലും മതമോ രാഷ്ട്രീയമോ കലർത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും, ഒരു സാംസ്കാരിക മന്ത്രി തന്നെ ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്, ഇത്തരത്തിൽ സംസാരിക്കുന്നത് നാടിന് തന്നെ നാണക്കേടാണ് എന്നും പറയുന്നു. മന്ത്രി സജി ചെറിയാനെതിരെ പുകവലി 2 വിഷയത്തിലാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഒന്ന്, പുകവലിയെ ന്യായീകരിക്കുന്ന മന്ത്രി സജി ചെറിയാൻ്റെ വാക്കുകൾക്കെതിരെ. 2, ഒരു മന്ത്രി സ്വന്തം പാർട്ടിക്കാരായ ഒരാളുടെ ഒരു MLA-യുടെ മകനെതിരെ കേസുണ്ടാകുമ്പോൾ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി, സ്വന്തക്കാരായതുകൊണ്ട് തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ഇത് രണ്ടും പാടില്ല. ഒന്നും മന്ത്രിക്ക് യോജിച്ചല്ല, കേരളത്തിന് അപമാനമാണ് എന്ന തരത്തിലാണ് പ്രധാനമായും ദീപികയുടെ മുഖപ്രസംഗം വരുന്നത്. എന്തായാലും രൂക്ഷമായ രീതിയിൽ തന്നെയാണ് മന്ത്രി സജി ചെറിയാനെ ദീപിക മുഖപ്രസംഗത്തിലൂടെ വിമർശനം ഉന്നയിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ചൂറ്റാനിക്കരയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തും. തലയോട്ടിയും അസ്ഥികളും പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണോ എന്നാണ് സംശയം. വീട്ടുടമയായ ഡോക്ടറുടെ മൊഴിയും എടുക്കും. നോമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നോമി, ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസിന് ഈ ആൾതാമസമില്ലാത്ത വീട്ടിൽ ഫ്രിഡ്ജിൽ എങ്ങനെ അസ്ഥികൂടം കണ്ടെത്തിയെന്നുള്ള കാര്യത്തിൽ എവിടെ എത്തിയ അന്വേഷണം, എന്താണ് പോലീസ് പറയുന്നത്? വിവരങ്ങൾ. ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചോറ്റാനിക്കര എരുവേരിയിലെ മംഗലശ്ശേരിയിലെ വീട്ടിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു ആളൊഴിഞ്ഞ വീടാണ്. 14 ഏക്കർ കാട് പിടിച്ചൊരു ഇടത്താണ് ഈ ഒരു പൊളിഞ്ഞ വീട് കിടക്കുന്നത്. 25 വർഷമായി ഇവിടെ ആൾതാമസമില്ല. ഇതൊരു ഡോക്ടറിൻ്റെ വീടാണ്. ഡോക്ടറിന് 3 മക്കളാണ്. ഇവരെല്ലാവരും ഇവിടെ നിന്ന് പോയി. ഡോക്ടറിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഈ വീട് വിട്ട് അവർ കൊച്ചിയിലേക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറിയത്. ഒരു 15 വർഷം മുൻപ് വരെ ഡോക്ടർ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ
വളരെ ഏറെ കാലമായി ഇങ്ങോട്ടേക്ക് വരാത്ത സാഹചര്യമാണ്. ഇവിടെ ഇടയ്ക്ക് ഈ ന്യൂ ഇയറിനൊക്കെ വലിയ ആഘോഷവും ഈ ന്യൂ ഇയർ ഈ ആളുകളുടെ മദ്യപിച്ച ആളുകളുടെ വലിയ ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ പോലീസിന് പരാതി നൽകി. ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം കൂടുതലാണ്, ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്ന് പരിശോധിച്ചപ്പോഴാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫ്രിഡ്ജിലായി അസ്ഥിക്കൂടം കണ്ടെത്തിയത്. ഒരു 3 കവറിലായിരുന്നു കെട്ടിയത്. തലയോട്ടി ഒരു കവറിൽ, വിരലുകൾ മറ്റൊരു കവറിലായി, ഒപ്പം കശേരുക്കൾ മറ്റൊരു കവറിൽ, അങ്ങനെ 3 കവറിലായാണ് ഈ തലയോട്ടി ഈ അസ്ഥിക്കൂടം ഈ ഫ്രിഡ്ജിൽ നിന്നും കണ്ടെത്തിയത്. പോലീസ് ഇതിലെ പ്രാഥമികമായ പരിശോധനയിൽ ഇത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനെടുത്തതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ കശേരുക്കളൊക്കെ നൂലിൽ കെട്ടും, ഒപ്പം തന്നെ തലയോട്ടിയിലുമൊക്കെ അതിൻ്റെതായിട്ടുള്ള പാടുകളുണ്ട്. അങ്ങനെ ഒരു സംശയത്തിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ വീടും അതിൻ്റെ ഒരു നിഗൂഢതകളുമാണ് പോലീസിനെ മറ്റൊരു സംശയത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് ഈ ആളൊഴിഞ്ഞ വീട്ടിൽ, അതും ഫ്രിഡ്ജിൽ എങ്ങനെ ഈ അസ്ഥിക്കൂടം കൊണ്ടെത്തിച്ചു? ഈ വീട്ടിൽ മറ്റു പല സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഈ ഫ്രിഡ്ജ് കൊണ്ടുപോയില്ല? അങ്ങനെ കുറേ സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും ഇത് ഫോറൻസിക് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഒപ്പം ഈ വീട്ടുടമയായ ഡോക്ടറിന്റെ വിശദമായ മൊഴി ഇന്നലെ എടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് ഒന്നുകൂടി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ വീടും പരിസരവും ഒക്കെയാണ് നമ്മൾ ഈ അസ്ഥിക്കൂടം ഈ ഫ്രിഡ്ജിൽ കണ്ടതിലൊരു നിഗൂഢതകൾ വർദ്ധിപ്പിക്കുന്നത്. പോലീസ് എന്തായാലും അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്നാണ് ഈ ഒരു അസ്ഥികൂടം കണ്ടെത്തിയത് എന്നുള്ളതും ഈ ഒരു സംശയത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. നാട്ടുകാർ പറയുന്നത് ഇവിടെ സാമൂഹിക വിരുദ്ധർ അല്ലെങ്കിൽ ഈ കള്ളു കുടിക്കാനൊക്കെ വരുന്നവരൊക്കെ ഇവിടെ സ്ഥിരം ഇവിടെ വരികയും അവിടെ തമ്പടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷെ പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ് ഈ വീടിന്റെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതും ആളൊഴിഞ്ഞതുമായിട്ടുള്ളതും ഈ ഫ്രിഡ്ജിൽ ഇത് കണ്ടെത്തിയതുമാണ് വീണ്ടും ഈ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത്. ഭവ്യ, അതാണ് സാഹചര്യം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. യെസ് നവമി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. സൈബർ ഇടങ്ങളിലെ അധിക്ഷേപങ്ങളിൽ കേസിൽ നടി ഹണി റോസിന്റെ മൊഴിയെടുത്തു. ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് മൊഴിയെടുത്തത്. മോശം പരാമർശങ്ങൾ അടങ്ങിയ സ്ക്രീൻഷോട്ടുകളും കൈമാറിയതിനിടെ ഹണി റോസിനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. 30-ലധികം പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. അശ്ലീല കമന്റിട്ടവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചു വരികയാണ്. നവമി ദിനേശ് തുടർന്ന് വിവരങ്ങളുമായി. നവമി, എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവഹേളനങ്ങൾക്കും അപമാനങ്ങൾക്കുമൊക്കെ ചുട്ട മറുപടിയുമായാണ് നടി ഹണി റോസ് രംഗത്ത് വന്നത്. ഇപ്പോഴിതാ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അല്ലെ പോലീസിൽ നിന്ന്? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഭവ്യ, ഏറെ വൈകിയെങ്കിലും ഹണി റോസിന്റെ ഈ ഒരു നിലപാട്, പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന ഹണി റോസിന്റെ നിലപാടിന് എല്ലാവരും വലിയ രീതിയിലുള്ള അഭിനന്ദനമാണ് നൽകുന്നത്. കാരണം അത്രയേറെ സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി തന്നെയാണ് ഹണി റോസ്. അത് ഒരു സ്ത്രീ എന്നതിലപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ അപമാനം നേരിടാമോ അതെല്ലാം ഈ സൈബർ ലോകത്ത് നിന്നും ഹണി റോസ് കുറേ അധികം നാളുകളായി നേരിട്ട് കൊണ്ടുവരികയാണ്. ഇതിനൊരു അറുതി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി ഹണി റോസിനെ മുന്നോട്ടെത്തിക്കാനുള്ള കാരണവും. ഇതിൽ ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കുമ്പളം സ്വദേശിയായിട്ടുള്ള ഷാജി അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. 30-ലധികം പേർക്കെതിരെയാണ് പോലീസിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ ഹണി റോസിനെ ഇന്നലെ വൈകുന്നേരം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തി നേരിട്ട് വിശദമായ മൊഴി നൽകിയിരുന്നു. അതിൽ ഈ മാധ്യമങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ, TV ചാനലുകളിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ വാർത്ത വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനടിയിൽ പോലും അത്തരം വാർത്തകൾക്കടിയിൽ പോലും യൂട്യൂബിലൊക്കെ വളരെ മോശമായ രീതിയിൽ ഹണി റോസിന് പരാമർശമുണ്ടാകുന്നു. വീണ്ടും അശ്ലീലമായിട്ടുള്ള കമന്റുകൾ വരുന്നു. ഇതുകൂടി ഹണി റോസ് പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ മൊഴി നൽകാൻ എത്തിയപ്പോൾ ഇതടക്കം നൽകിക്കൊണ്ടാണ് പോലീസിന് വിശദമായിട്ടുള്ള ഒരു പരാതി കൂടി കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും ഈ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളുമൊക്കെ നിരീക്ഷണത്തിലുണ്ട്. ഇതിലുമൊക്കെ അത്തരത്തിൽ അശ്ലീല കമന്റ് ഇടുന്നവരെ പിടികൂടുക എന്നൊരു രീതിയിലേക്ക് തന്നെ പോലീസ് കടന്നിരിക്കുകയാണ്. ഒപ്പം
ഒപ്പം ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാമും പരിശോധനയിലുണ്ട്. ഇതിലുമൊക്കെ മോശം കമന്റ് ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനും പോലീസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മറ്റ് ജില്ലകളിലുള്ളവരുണ്ട്. കൊച്ചിയിൽ നിന്നും എത്രയും വേഗം പിടികൂടാൻ പറ്റുന്ന ഒരു വ്യക്തിയെയാണ് പിടികൂടിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും ഇത് ആളുകളുണ്ട്. അവരിലേക്കുള്ള അന്വേഷണവും നീണ്ടിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അതിന്റെ അന്വേഷണവും പുരോഗമിക്കുക. എന്തായാലും വരും മണിക്കൂറിൽ ഇന്നുമൊക്കെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ഹണി റോസ് എന്ന വ്യക്തി മാത്രമല്ല, ഒരുപാട് സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് നേരിടുന്ന ഒരുപാട് പേർക്ക് ഒരു മാതൃക തന്നെയാണ് ഹണി റോസിന്റെ ഈ ഒരു പരാതിയും അല്ലെങ്കിൽ ഈ ഒരു നിലപാടുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഹണി റോസ് ഇന്നലെ ന്യൂസ് 18നോടും പ്രതികരിച്ചിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇത്തരം സൈബർ അറ്റാക്കുകൾ നടത്തുന്നവർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹണി റോസും. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിശദമായ മൊഴിയും നൽകിയത്. അതാണ് എന്തായാലും സോഷ്യൽ മീഡിയ വാളുകളിൽ എന്തും പറയാമെന്ന് ധരിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഹണി റോസിന്റെ ഈ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. കേരളത്തിലെ പുതുതലമുറ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് മുഖം തിരിക്കുന്നത് ആശങ്ക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും ചെറുപ്പക്കാർ മടി കാണിക്കുന്നതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. ആവേശത്തോടെ വോട്ട് ചെയ്യാൻ ഓടിയെത്തിയിരുന്ന കന്നി വോട്ടർമാർ തിരഞ്ഞെടുപ്പുകളിലെ കൗതുക കാഴ്ചയായിരുന്നു. എന്നാൽ നമ്മുടെ പുതുതലമുറയ്ക്ക് വോട്ട് ചെയ്യുന്നതിനോട് താൽപര്യം കുറയുന്നെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ കണക്കുകൾ. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള 9.98 ലക്ഷം പേരാണ് സംസ്ഥാനത്തുള്ളത്. ഇവരിൽ വോട്ട് ചേർത്തത് 2.95 ലക്ഷം പേർ മാത്രം. രാഷ്ട്രീയത്തോടും തെരഞ്ഞെടുപ്പുകളോടും യുവതലമുറയ്ക്ക് താൽപര്യം കുറയുകയാണോ? എങ്കിൽ അതിന്റെ കാരണമെന്ത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമുക്ക് അർബൻ ഏപ്പത്തി ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഇലക്ഷനിലെ താല്പര്യം കുറവാണ് എന്നുള്ള പൊതുവേ ഒരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. ആ ഒരു ലെത്താർജി ഏപ്പത്തി എന്താണ് ഈ യൂത്തിനുള്ളത്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഈ വർഷത്തിലെ ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വോട്ട് ചേർക്കേണ്ട സമയത്ത് പഠനാവശ്യങ്ങൾക്കും മറ്റുമായി വിദേശത്ത് ചേക്കേറുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുകയാണ്. അതൊരു കാരണമായി കണക്കാക്കാം. എന്നാൽ നാട്ടിലുള്ളവരിലും വലിയൊരു വിഭാഗം വോട്ട് ചേർക്കുന്നില്ല. അതിന്റെ കാരണമാണ് കണ്ടെത്തേണ്ടത്. യുവതലമുറയെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കാൻ ക്യാമ്പസുകളിൽ പ്രചരണ പരിപാടികളും കമ്മീഷൻ നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയായി ചെയ്യാത്ത കുറ്റത്തിന് തെലങ്കാന ജയിലിൽ അടയ്ക്കപ്പെട്ട ജിതിൻ നീതി തേടി കേരള സർക്കാരിനെ സമീപിച്ചു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം വേണമെന്നും യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. വി വിനോദ് ചേർന്ന വിവരങ്ങളും. വിനോദ്, ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് നമ്മളാണ്, ന്യൂസ് 18 ഇപ്പോൾ ഇതാ എന്തായാലും നീതി തേടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് ജിതിൻ, അല്ലെ? ഭവ്യ, കൊല്ലത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനകം തന്നെ ചില രേഖകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിതിൻ നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. നേരത്തെ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് അത് കട്ട് ചെയ്തിരുന്നില്ല. ആ കാർഡ് അതേപടി ഉപേക്ഷിച്ച് മറ്റൊരു നമ്പറിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അവിടെയാണ് ഈ ചതിക്കടി ഉണ്ടായിരുന്നത്. പിന്നീട് ഇതേ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ തട്ടിപ്പ് നടത്തുകയും അതിന്റെ ഉത്തരവാദിത്വം ജിതിന്റെ തലയിലേക്ക് വരികയും ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കാരണം നമ്മൾ പലരും നേരത്തെ ഉപയോഗിച്ച സിം കാർഡുകൾ ഏതെങ്കിലും കാരണവശാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നാൽ അത് കട്ടാക്കാതെയാണ് പുതിയ സിമ്മിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ പഴയ നമ്പർ നിലനിൽക്കുകയും അത് മറ്റാർക്കെങ്കിലും ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നടന്നാൽ ആദ്യം ഉപയോഗിച്ച ആളിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു നിലയുണ്ട്. ഇത് രാജ്യവ്യാപകമായി തന്നെ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ സൈബർ സെല്ലിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നതും. പ്രതിപക്ഷ നേതാവും DGPക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട്. ഭവ്യ, അതാണ് സാഹചര്യം. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി തെരഞ്ഞെടുപ്പിനുള്ള തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കിരൺ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. കിരൺ, വിശദാംശങ്ങൾ. അടുത്ത മാസം 16-ാം തീയതിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രഖ്യാപനം ഏത് സമയവും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നത്. അത്തരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും അടക്കം ഓൾറെഡി അവിടെ കടക്കുകയും ചെയ്തിരുന്നു. വലിയ രാഷ്ട്രീയ പോരൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെയുള്ള രാഷ്ട്രീയ പോരുകളാണ് അവിടെ ആരംഭിച്ചതും. എന്തായാലും ഇന്ന് പ്രഖ്യാപനം, ഇന്ന് ഉച്ചയ്ക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഡൽഹി തെരഞ്ഞെടുപ്പ്
പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും അവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 1993 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ഷാഹിദ് സിംഗ് വർമ്മ മുഖ്യമന്ത്രിയായി, പിന്നീട് മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയായി, അതിനുശേഷമാണ് അവസാനം സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ഫേസ് ലിഫ്റ്റിന്റെ ഭാഗമായി സുഷമ സ്വരാജിനെ 98 മുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അവിടെ അധികാരത്തിലേറുന്നത്. പിന്നീട് വന്ന 3 തെരഞ്ഞെടുപ്പിലും ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ സർക്കാരുകളായിരുന്നു അവിടെ ഭരണത്തിലിരുന്നത്. 2013 അവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷം തന്നെ ആം ആദ്മി പാർട്ടി വലിയൊരു മൂവ്മെന്റ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വരികയും ആം ആദ്മി പാർട്ടി നിർണായക ഒരു ശക്തിയായി മാറുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാകുകയും അത് തകർന്നു വീഴുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ 70 സീറ്റിൽ 67 സീറ്റുകളും ജയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹിയിൽ സർക്കാർ അധികാരത്തിൽ രൂപീകരിക്കുന്നത്. അതിനുശേഷം 2000 നടന്ന തെരഞ്ഞെടുപ്പിലും 70-ൽ 63 സീറ്റുകൾ വിജയിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി മറ്റൊരു പാർട്ടിക്കും ഏതെങ്കിലും തരത്തിലൊരു സേ ഇല്ലാത്ത രീതിയിലേക്കുള്ള വൻ വിജയമായിരുന്നു ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 2 തവണയും ഡൽഹിയിൽ നേടിയത്. ഇക്കുറിയും ആ വിജയം ആവർത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്ന ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ തന്നെ പെടുത്തി ജയിലിലാകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെച്ച് അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഒരു ഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നിൽക്കുന്നത്, മറുഭാഗത്ത് ലോക്സഭയിലടക്കം എല്ലാ സീറ്റുകളിലും വിജയിക്കാൻ BJP കഴിയുമ്പോഴും നിയമസഭയിൽ അത്തരമൊരു വിജയം ആവർത്തിക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ പോലും BJPക്ക് കഴിയുന്നില്ല. കോൺഗ്രസിനും അത്തരമൊരു ആ സാഹചര്യം ഉണ്ടാകുന്നില്ല. ലോക്സഭയിലേക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും യോജിച്ചാണ് മത്സരിക്കുന്നത്. നിയമസഭയിൽ അങ്ങനെയല്ല, വ്യത്യസ്തമായി തന്നെയാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഏത് വിധേനയും ഭരണം തിരിച്ചുപിടിക്കണം എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുകയാണ് BJP. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ നരേന്ദ്രമോദി ഒരു ഭാഗത്തു നിന്നുകൊണ്ടും അവിടെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ വീടുമായി ബന്ധപ്പെട്ടും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യങ്ങളൊക്കെ BJPയുടെ തട്ടകത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് പുരോഹിതന്മാർക്ക് 12,000 രൂപ വരെ റെമ്യൂണറേഷൻ നൽകും എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നു ആം ആദ്മി പാർട്ടി. അത്തരത്തിൽ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ കളമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് ശബരിമല വാർത്തയിലേക്കാണ്. ഭക്തിസാന്ദ്രം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1 ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തി. രാവിലെയും നല്ല തിരക്ക് തുടരുകയാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. വലിയ തിരക്കിലേക്ക് ഇന്നും ശബരിമല സന്നിധാനം മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 1,02,296 ഭക്തരെത്തിയെങ്കിൽ ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള തിരക്ക് ഈ ശബരിമല സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെയും രാവിലെ ഏതാണ്ട് 7 മണി വരെ, അതായത് തുടക്കത്തിലുള്ള അതേ നിലയിൽ തന്നെയാണ് ഇന്ന് രാവിലെയും ഒരു തിരക്ക് പോകുന്നത്. ഇതെന്നും ഇതേ നിലയിൽ തന്നെയാണ് പോകുന്നത്. വൈകുന്നേരം ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ തിരക്ക് കുറഞ്ഞാൽ മാത്രമാണ് പല ദിവസങ്ങളിലും അത് 1 ലക്ഷത്തോളം എന്ന നിലയിലേക്ക് കണക്ക് എത്താതിരിക്കുന്നത്. ഇന്നലെ 97,000 പേരാണ് പമ്പ വഴി സന്നിധാനത്തെത്തിയത്. പുൽമേട് വഴി ഏതാണ്ട് 5,000 ഭക്തരും സന്നിധാനത്ത് എത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളാണ്. ഹൈക്കോടതിയുടെ കൂടി ഒരു ഇടപെടലോട് കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത വരിക. നേരത്തെ തീരുമാനിച്ചിരുന്നത് 12-ാം തീയതി 60,000 പേരും 13-ാം തീയതി അത് 50,000 പേരും 14-ന് 40,000 പേർക്കും ഓൺലൈൻ വഴി ദർശനം. അതുകൂടാതെ സ്പോട്ട് ബുക്കിംഗ് ഏതാണ്ട് 5,000 എന്നുള്ളതാണ് ചുരുക്കിയിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഹൈക്കോടതിയുടെ ഇടപെടൽ തീരുമാനം കൂടി വന്നാലായിരിക്കും ഒരു അന്തിമമായ വ്യക്തത വരിക. എന്തായാലും പരമാവധി ആളുകൾക്ക് ദർശനം നൽകും. അത് ഈ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുന്നതിനുള്ള അവസരം ഉണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശബരിമല സന്നിധാനത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ മകരവിളക്ക് ഉത്സവത്തിന് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. നമ്മളിനി സംസ്ഥാന സ്കൂൾ കലോത്സവ വിശേഷങ്ങളിലേക്കാണ്. അനന്തകല. അനന്തകല
കല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് ഇഞ്ചോടിഞ്ച് മത്സരമാണ്. കണ്ണൂരാണ് മുന്നേറുന്നത്. കോഴിക്കോടും തൃശൂരും തൊട്ടു പിന്നിലുണ്ട്. ഹൈസ്കൂൾ വിഭാഗം നാടകവും നൃത്ത ഇനങ്ങളുമാണ് ഇന്ന് വേദിയിലെത്തുന്നത്. നമുക്ക് ആ പോയിന്റ് പട്ടിക കാണാം. ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് 713 പോയിന്റുമായി കണ്ണൂരാണ്, 708 പോയിന്റുമായി തൃശൂരും, തൊട്ടു പിന്നാലെ 708 പോയിന്റുമായി കോഴിക്കോടുമുണ്ട്. പാലക്കാട് 702 പോയിന്റുമായി 4-ാം സ്ഥാനത്തും 681 പോയിന്റുമായി മലപ്പുറം 5-ാം സ്ഥാനത്തും. എന്തായാലും കണ്ണൂരും തൃശൂരും കോഴിക്കോടും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. സാമൂതിരിയുടെ നാട്ടിൽ നിന്നും തലസ്ഥാനത്തെത്തിയ ഒരു ദഫ്മുട്ട് ടീമിനെ പരിചയപ്പെടാം. കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദഫ്മുട്ട് ടീം പൊളിയാണ്. കോഴിക്കോട് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡഫ്മുട്ട് ടീമാണ് എന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവർ സ്റ്റേജിൽ കാണിച്ചതെന്ന് നമുക്ക് കാണാം. തുടങ്ങല്ലേ? 3, 2, 1 തുടങ്ങട്ടെ. ഈ അടിപൊളി ടീമിന്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി അറിയാം. എങ്ങനെയാണ് ഈ ടീം ഉണ്ടായത്, എത്ര നാൾ കൊണ്ടുള്ള പ്രാക്ടീസ് ആണെന്നൊക്കെ നമുക്കറിയാം. എന്താണ് പേരെന്താണ്? പേര് അൽ അമീഖ്. അൽ അമീഖ്, എത്ര നാൾ കൊണ്ട് നിങ്ങൾ ചെയ്തെടുത്ത പ്രകടനമാണിത്? നിങ്ങൾ എത്ര നാളത്തെ പരിശ്രമമാണ്? ഞങ്ങളിത് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ 5 മാസമായിട്ട് പഠിക്കുകയാണ്. ഞങ്ങളിത് കലോത്സവത്തിന് വേണ്ടി മാത്രമല്ല ശരിക്കും പഠിക്കുന്നത്. ഇതൊരു നാടൻ കല എന്ന രൂപത്തിൽ പഠിച്ചു വരുന്നതാണ്. ഞാൻ 9ാം ക്ലാസ് തൊട്ട് ദഫ്മുട്ട് പഠിക്കുന്നുണ്ട്. ഇതിലുള്ള പലരും 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ് തൊട്ട് പഠിച്ചവരുണ്ട്. കാപ്പാട് നിന്നാണ്, തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ പേരൻസും സ്കൂളിലെ സാറുമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 32 വർഷമായിട്ട് തിരുവങ്ങൂർ സ്കൂള് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ഫസ്റ്റ് അടിക്കുന്നുണ്ട്. ഇപ്പം ഗ്രേഡാണ്, എ ഗ്രേഡ് ആയതുകൊണ്ട് കുറച്ച് വളരെ എ ഗ്രേഡാണ്. ഇതിൻ്റെ മുമ്പ് വരെ ഫസ്റ്റ് കിട്ടിയിരുന്ന സ്കൂളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ കാരണവും. ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും ഞങ്ങൾക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ കലോത്സവത്തിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഒത്തൊരുമയും പ്രകടനമൊക്കെ? കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ നല്ല കളിച്ചിരുന്നു. ജില്ലയിലും അതിനേക്കാൾ മേലെ ഇത്തവണ വന്നിട്ടുണ്ട്. ഓ ഷുവറായി, വിശ്വാസമുണ്ട്. ഓ ഉണ്ട്, നല്ലോണം മേലെ വന്നിട്ടുണ്ട്. ഇനി തുടർന്നുള്ള കലോത്സവ വേദികളിലും നിങ്ങൾ എല്ലാവരും ടീമായിട്ട് വരട്ടെ. ഇതേ എനർജി ഇത് കൂടട്ടെ. ഇനിയുള്ള കലോത്സവങ്ങളിലും അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഡഫ്മുട്ട് ടീമിന് എല്ലാ ആശംസകളും എല്ലാ രീതിയിലും തുടർന്നും അവരുടെ പ്രകടനങ്ങൾ ഉണ്ടാവട്ടെ. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, News 18. കലോത്സവ വേദിയിൽ എന്നും ആവേശമാണ് കോൽക്കളി മത്സരം. കഴിഞ്ഞ 3 വർഷമായി 1-ാം സ്ഥാനത്തെത്തുന്ന ഒരു കോൽക്കളി ടീമിനെ കാണാം. വേദിക്കകത്തും പുറത്തും ഒരേ എനർജിയാണ് ഇവർക്ക്. ഒരു താളം ഒന്ന് പിഴച്ചാൽ മതി, അതോടെ തീർന്നു. കളിയിൽ തോൽക്കുമെന്ന് മാത്രമല്ല, അടുത്തു നിൽക്കുന്നവന്റെ മുഖത്തായിരിക്കും അടി വീഴുന്നത്. പിന്നെ കൂട്ടയിടിയും വീഴ്ചയും. എന്നാൽ പുതുപ്പള്ളി ഡോൺ ബോസ്കോ HSSന് ആ പേടിയില്ല. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന കലോത്സവത്തിലെത്തുന്ന ഈ കോൽക്കളി ടീം 1-ാം സ്ഥാനം വാങ്ങാതെ മടങ്ങിയിട്ടില്ല. തലയിൽ വെള്ള തൂവാലയും കെട്ടി ബെൽറ്റ് മുറുക്കി ഒപ്പം വന്ന് കോലെടുത്തു. പിന്നെ 12 പേർക്കും ഒരേ താളം, ഒരേ ശബ്ദം, ഒരേ വേഗം. കൃത്യമായ പ്രാക്ടീസ് മാത്രമാണ് വിജയത്തിന്റെ രഹസ്യമെന്നാണ് അധ്യാപകന് പറയാനുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ താളത്തിലാണ്. കാരണം താളക്കാരൻ താളം പറയുമ്പോൾ 12 പേരും ആ ഒരൊറ്റ താളത്തിൽ കളിക്കണം. ഒരാളുടെ താളം കയറിയോ അല്ലെങ്കിൽ വേഗത കൂടെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം ആ സ്ഥലത്തേക്ക് ഒരാൾ കയറാൻ വേണ്ടി. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ കയറിയില്ലെങ്കിൽ ലാഗ് വന്നതിനെങ്കിൽ അവർ തമ്മിൽ ഇടിക്കും, അങ്ങനെ കളി തെറ്റും. പിന്നെ കോല് ഒരു അടി മാറിക്കഴിഞ്ഞാൽ നേരെ മുഖത്തൊക്കെ കൊള്ളും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പ്രാക്ടീസൊക്കെ നന്നായിട്ട് വേണം. വേദിക്കകത്തും പുറത്തും ഒരുപോലെ ആവേശത്തിൽ പ്രതീക്ഷയിൽ കളിക്കാനായതിന്റെ ആത്മസംതൃപ്തി വിദ്യാർത്ഥികളും മറച്ചുവെച്ചില്ല. ജീവൻ പണയം വെച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അനുശ്രീക്കൊപ്പം അഴ്ചത്തിൽ ഷംന, News 18.
കലോത്സവത്തിലെ ഒന്നാം വേദിയുടെ തൊട്ടരികിൽ ഒരു സ്റ്റാളുണ്ട്. കേരള പോലീസ് അസോസിയേഷന്റെ സ്റ്റാൾ ജനപ്രീതി നേടി മുന്നോട്ട് പോവുകയാണ്. സുരക്ഷ മാത്രമല്ല, കരുതൽ കൂടിയാണ് ഇവിടം. മത്സരം കഴിഞ്ഞ് വിശന്നു വരുന്ന കലാപ്രതിഭകൾക്ക് ഒരിടമുണ്ട്. മനസ്സും വയറും നിറയ്ക്കാൻ കഴിയുന്ന ഒരിടം. കലാപ്രതിഭകൾക്ക് മാത്രമല്ല, അവരുടെ കൂടെയുള്ള മാതാപിതാക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും ഇവിടെ പങ്കുചേരാം. പോലീസിന്റേതാണ് ഈ കരുതൽ. കേരള പോലീസ് അസോസിയേഷൻ നടത്തുന്ന ഈ സ്റ്റാള് വർഷങ്ങളായി കലോത്സവ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചുറ്റും തിരക്കാണ്, എപ്പോഴും ആളുകളുമാണ്. ഫണ്ട് ശേഖരിക്കാൻ മറ്റ് സ്ഥലങ്ങളിലൊന്നും പോകാറില്ല. എല്ലാ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്ന് അവരവരുടെ സംഭാവനകൾ ചേർത്ത് നിർത്തിയാണ് വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നത്. കപ്പ മുതൽ ഐസ്ക്രീം വരെയുണ്ട് ഈ സ്റ്റോളിൽ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും കൂടി സംയുക്തമായാണ് ഈ കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കും അവരെ അനുഗമിക്കുന്ന അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ഇവിടെ എത്തുന്ന ആ ഒരു വലിയ ക്രൗഡിന് ഇത്തരത്തിൽ ഒരു ലഘു ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ എത്തുന്നവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാവിലെ മത്സരങ്ങൾ ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ വൈകുന്നേരം എത്ര രാത്രി വൈകിയാൽ ഇത് അവസാനിച്ചാലും ആ സമയം വരെ ഇത് തുടർന്നു വരുന്ന രീതിയാണ് തുടർന്നു വരുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന സ്റ്റാള് കലോത്സവം തീരുന്നതുവരെ ഉണ്ടാകും. അതിനനുസരിച്ച് എത്ര പേർ വന്നാലും ആരും നിരാശരായി മടങ്ങിപ്പോകേണ്ടി വരില്ല. ഇവിടെ ഭക്ഷണവും മറ്റു വസ്തുക്കളും നിറഞ്ഞുകൊണ്ടേയിരിക്കും. ചുക്ക് കാപ്പിയാണ്. ഇവനാണ് ഇന്നിവിടുത്തെ വൈകിട്ടത്തെ താരം. ഇങ്ങനെ കപ്പ തൊട്ട് ഐസ്ക്രീം വരെ ഇവിടെ ഉണ്ട്. കലാപ്രതിഭകൾക്കും അവർക്ക് വരുന്ന കുടുംബങ്ങൾക്കും വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെയായി കേരള പോലീസ് അസോസിയേഷൻ നടത്തുന്നതാണ്. വർഷങ്ങളായി തുടരുകയാണ്. ഇക്കൊല്ലവും അതിന് മാറ്റമൊന്നുമില്ല. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം ഹരികൃഷ്ണൻ MS, ന്യൂസ് 18. ആഹാ, ഗംഭീര ഐറ്റമാണ്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചതിന്റെ തീരാ ദുഃഖത്തിലാണ് ഈ നാട്. അപകടത്തിൽ മരിച്ച സംഗീതിന്റെയും ബിന്ദു ഉണ്ണിത്താന്റെയും സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംഗീതിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ വീട്ടിലെത്തിച്ചു. മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ കുന്നംകുളത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ കാറിടിപ്പിച്ച് തെറിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 3 മണിയോടെ കുന്നംകുളം വെള്ളിത്തിരുത്തിയിലാണ് സംഭവം. 9-കാരി പാർവണയ്ക്കാണ് പരിക്കേറ്റത്. ഡ്രൈവർ കസ്റ്റഡിയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. ഉമാ തോമസ് MLA സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെയും ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കും. മൃദംഗനാഥം നൃത്തപരിപാടിയുടെ സംഘാടകൻ മൃദംഗവിഷൻ MD M നികോഷ് കുമാർ, മൃദംഗവിഷൻ CEO A ഷമീർ, പരിപാടിക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവന്റ്സ് ഇന്ത്യ പ്രൊപ്പൈറ്റർ വാഴക്കാല സ്വദേശി കൃഷ്ണകുമാർ, താൽക്കാലിക വേദി തയ്യാറാക്കിയ മുളന്തുരുത്തി സ്വദേശി ബെന്നി എന്നിവരുടെ ഇടക്കാല ജാമ്യമാണ് അവസാനിക്കുക. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 4 CPM നേതാക്കൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഉപഹർജിയിലെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചാൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് വിലക്കുണ്ടാകും. സമസ്തയുടെ പ്രത്യേക മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട് നടക്കും. വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനാണ് യോഗം. കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതായി ഒരു വിഭാഗം ആരോപിച്ച ശേഷം ചേരുന്ന യോഗം കൂടിയാണിത്. ഏറെ വിവാദങ്ങളും കൊമ്പുകോർക്കലുകളുമാണ് കഴിഞ്ഞ മുഷാവറ യോഗത്തിലും തുടർന്നുമുണ്ടായത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരുടെ മൊഴിയെടുത്തേക്കും. വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ പരാമർശിച്ചിരുന്നു. ബത്തേരി അർബൻ സഹകരണ ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങൾക്കായി IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം 7 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും ND അപ്പച്ചൻ വേണ്ടി കോഴി
കോഴ വാങ്ങിയതിന്റെ പേരിൽ 18 ലക്ഷം രൂപ കടക്കാരനായെന്നുമായിരുന്നു കത്തിലെ പരാമർശം. സംഭവത്തിലെ ബാങ്ക് രേഖകളും പരിശോധിക്കും. പൂർണ്ണമാക്കുന്നു. നമസ്കാരം. അപർണ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭ്യമായ ഒരു വിവരം അൻവറിൻ്റെ ജാമ്യ വ്യവസ്ഥയാണ്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കുറ്റത്തിൽ 35,000 രൂപ കെട്ടിവെക്കണം. ഇങ്ങനെ 3 കണ്ടീഷനാണ് അദ്ദേഹത്തിന് മുൻപിൽ ഈ ജാമ്യം നൽകിയപ്പോൾ കോടതി വെച്ചിരിക്കുന്നത്. സാധാരണ മറ്റ് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. PDPP വകുപ്പുകൾ പ്രകാരമാണ് ഈ പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിനാണ് 35,000 രൂപ കെട്ടിവെക്കേണ്ടതുള്ളത്. മറ്റ് രണ്ടും സാധാരണ കോടതി ജാമ്യം നൽകുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ തന്നെയാണ്. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് വാദം നടന്നപ്പോൾ അൻവറിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ കോടതി അന്വേഷിക്കുകയും പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ നിരാകരിച്ചുകൊണ്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളുമാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഈ സംഭവം ഉണ്ടായ സമയം 12:30-ക്ക് കസ്റ്റഡിയിലെടുത്ത 4 പേരുടെ പേരുവിവരങ്ങൾ FIR-ൽ ഇല്ല. അതിനുശേഷം അൻവറിൻ്റെ പേര് മാത്രമാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അൻവറിനെ മാത്രം കൊടുക്കുവാനാണ് എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പേരുകൾ അതിലുണ്ടായിരുന്നില്ല എന്ന ചോദ്യമാണ് കോടതി ആ വാദത്തിനിടെ ഉന്നയിച്ചത്. അതുപോലെ തന്നെ അൻവറിൻ്റെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് മറ്റു പ്രതികളെ കണ്ടെത്താനാണെന്ന പോലീസിൻ്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. അത് അൻവറിൻ്റെ കസ്റ്റഡിയിൽ എടുത്തല്ല പ്രതികളെ പിടികൂടേണ്ടത്, പ്രതികളെ അന്വേഷിക്കേണ്ടത് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദവും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേറ്റവും ഈ കേസുകളുടെ എണ്ണം, അൻവർ നിരന്തരം കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ശ്രമം, ആ കേസുകളുടെ നമ്പറുകൾ പറഞ്ഞുകൊണ്ട് അഭിഭാഷകർ പബ്ലിക് പ്രോസിക്യൂട്ടർ നടത്തിയെങ്കിലും